തണുപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ ഡിസംബർ മാസത്തിലെ കോടമഞ്ഞോ അല്ലെങ്കിൽ നമ്മൾ യാത്ര പോകുന്ന മൂന്നാറിലെ തണുപ്പോ ആയിരിക്കാം. എന്നാൽ നിങ്ങൾ ശ്വസിക്കുന്ന വായു പോലും ഐസായി മാറുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഭൂമിയിൽ മനുഷ്യർ സ്ഥിരമായി താമസിക്കുന്ന ഏറ്റവും തണുപ്പുള്ള ഗ്രാമത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. റഷ്യയിലെ സൈബീരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒയ്മ്യാക്കോൺ. -50 °C എന്നത് ഇവിടുത്തുകാർക്ക് വളരെ സാധാരണമായൊരു താപനിലയാണ്. 1924 ഇവിടെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില -71.2 °C ആണ്. ഈ കൊടും തണുപ്പിൽ മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അന്വേഷിക്കുന്നത് അതാണ്. ഒയ്മ്യാക്കോണിലെ ഒരു സാധാരണ ദിവസം തുടങ്ങുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലും എത്രയോ ബുദ്ധിമുട്ടേറിയതാണ്. പുറത്തിറങ്ങണമെങ്കിൽ അവർക്ക് മൃഗങ്ങളുടെ തോൽ കൊണ്ടുള്ള ഒന്നിലധികം വസ്ത്രങ്ങൾ ധരിക്കണം. ഇവിടെ കൃഷി അസാധ്യമാണ്. ഭൂമി എപ്പോഴും മരവിച്ചു കിടക്കുന്നതിനാൽ ചെടികളോ പച്ചക്കറികളോ വളരില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തുകാരുടെ പ്രധാന ഭക്ഷണം മാംസവും മത്സ്യവുമാണ്. കുതിരയിറച്ചിയും മാനിറച്ചിയും തണുത്തുറഞ്ഞ മത്സ്യവുമാണ് ഇവർ പ്രധാനമായും കഴിക്കുന്നത്. സ്ട്രോഗനീന എന്നറിയപ്പെടുന്ന പച്ച മത്സ്യം നേർത്തതായി മുറിച്ചെടുത്ത് കഴിക്കുന്ന രീതി ഇവിടെ വളരെ സാധാരണമാണ്. ശരീരത്തിന് ചൂട് പകരാൻ ഇത് അവരെ സഹായിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ മറ്റൊരു വെല്ലുവിളി വെള്ളമാണ്. ഭൂമിക്കടിയിലുള്ള പൈപ്പുകളെല്ലാം തണുത്തുറയുന്നതിനാൽ ഇവിടെ വീടുകളിൽ പൈപ്പ് കണക്ഷനുകളില്ല. പകരം ഐസ് കട്ടകൾ മുറിച്ചെടുത്ത് വീടുകളിൽ കൊണ്ടുവന്ന് ചൂടാക്കി അലിയിച്ചാണ് ഇവർ കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള വെള്ളം കണ്ടെത്തുന്നത്. ബാത്റൂമുകൾ പോലും വീടിന് പുറത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. കാരണം പൈപ്പുകൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ കൊടും തണുപ്പിലെ ഏറ്റവും കൗതുകകരമായ ഒരു കാഴ്ച എന്താണെന്നറിയാമോ? തിളയ്ക്കുന്ന വെള്ളം ഉപയോഗിച്ചുള്ള ഒരു പരീക്ഷണമാണിത്. ഒരു പാത്രത്തിൽ നന്നായി തിളച്ച വെള്ളം എടുത്ത് അന്തരീക്ഷത്തിലേക്ക് ശക്തിയായി വലിച്ചെറിഞ്ഞാൽ എന്ത് സംഭവിക്കും? സാധാരണഗതിയിൽ അത് താഴെ വീഴും. എന്നാൽ ഒയ്മ്യാക്കോണിൽ ആ വെള്ളം താഴെ വീഴുന്നതിന് മുൻപ് തന്നെ വായുവിൽ വെച്ച് മരവിച്ച് മനോഹരമായ ഐസ് മേഘമായി മാറും. സയൻസിൽ ഇതിനെ മപെമ്പ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നു. ചൂടുവെള്ളം സാധാരണ വെള്ളത്തേക്കാൾ വേഗത്തിൽ തണുത്തുറയുന്ന പ്രതിഭാസമാണിത്. -50 വായുവിൽ ഈ പ്രതിഭാസം ഒരു മാന്ത്രിക വിദ്യ പോലെയാണ് കാണപ്പെടുക. മനുഷ്യർക്ക് വസ്ത്രങ്ങൾ കൊണ്ടും തീ കൊണ്ടും ഒരുവിധം പിടിച്ചു നിൽക്കാം. എന്നാൽ യന്ത്രങ്ങളോ വാഹനങ്ങൾ ഉപയോഗിക്കുക എന്നത് ഇവിടെ വലിയൊരു പോരാട്ടമാണ്. -50 വണ്ടിയുടെ എൻജിൻ ഓഫ് ചെയ്താൽ അതിലെ ഓയിലും മറ്റ് ദ്രാവകങ്ങളും തണുത്തുറയും. പിന്നീട് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ട് ഒയ്മ്യാക്കോണിലെ ജനങ്ങൾ ശൈത്യകാലത്ത് തങ്ങളുടെ വാഹനങ്ങൾ ഓഫ് ചെയ്യാറില്ല. മണിക്കൂറുകളോളം, ചിലപ്പോൾ മാസങ്ങളോളം വണ്ടികൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഇടും. അല്ലെങ്കിൽ ചൂടാക്കിയ പ്രത്യേക ഗ്യാരേജുകളിൽ വാഹനം സൂക്ഷിക്കണം. ഇനി യാത്രക്കിടയിൽ വണ്ടി കേടായാൽ അത് ജീവന് തന്നെ ഭീഷണിയായേക്കാം. പുറത്തെ തണുപ്പിൽ അധിക നേരം നിന്നാൽ ശരീരത്തിലെ രക്തം മരവിച്ച് മരണം വരെ സംഭവിക്കാം. അതുകൊണ്ട് ദൂരയാത്രകൾ ചെയ്യുമ്പോൾ അവർ എപ്പോഴും സംഘമായാണ് പോകാറുള്ളത്. ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും എന്തിനാണ് ഇവർ ഇവിടെ തുടരുന്നത്? ഒയ്മ്യാക്കോണിലെ ജനങ്ങൾക്ക് ഈ തണുപ്പൊരു ശാപമല്ല, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നൂറ്റാണ്ടുകളായി ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ അവർ പഠിച്ചു കഴിഞ്ഞു. പ്രകൃതി എത്ര കഠിനമായാലും മനുഷ്യൻ്റെ അതിജീവന ശേഷി അതിനേക്കാൾ ശക്തമാണെന്ന് ഈ ഗ്രാമം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.